പാരമ്പര്യമായി കൈമാറിക്കിട്ടിയതാണെങ്കിലും തൈപ്പൂയത്തിന് ആടിത്തിമിർക്കാനുള്ള പൂക്കാവടികൾ ഒരുക്കുന്നത് രാജമ്മയ്ക്കും നാട്ടുകാർക്കും വീട്ടുകാര്യമാണ്. കുഴൂർ ഗ്രാമം പൂക്കാവടികളുടെ പണിശാലയായി മാറിയിരിക്കുകയാണ്. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന തൈപ്പൂയ ആഘോഷത്തിനായാണ് പൂക്കാവടികൾ ഒരുക്കുന്നതെങ്കിലും തുടർന്നുള്ള ഓരോ ഉത്സവാഘോഷത്തിനും കൊണ്ടുപോകുന്നത് കുഴൂരിലെ കാവടികളാണ്. മാങ്ങോട്ടുപറമ്പിൽ 75-കാരിയായ രാജമ്മ കുഴൂർ വടക്കേ സെറ്റിന്റെ പ്രധാനിയാണ്. ഇവരുടെ വീട്ടിലാണ് 25-അംഗ സംഘം ഒരു മാസമായി പൂക്കാവടികൾ ഒരുക്കുന്നത്. ഒരു മാസത്തോളമായി ഞങ്ങൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഈർക്കില് മുട്ടുപിടിക്കല് അത് കഴിഞ്ഞിട്ട് അത് മുട്ടുപിടിച്ച് കൊണ്ട് തിരെ പൂ കോർക്കുക, കുത്തി കോർക്കുക. അത് കഴിഞ്ഞ് പിന്നെ കൂട് കൂട്ടും. കൂട് കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അല്ലിയിട്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂട് കൂട്ടാൻ ഇത് നോക്കണം. വടക്കേ സൈഡിൽ നമുക്ക് ഇത്തവണ 5 കാവടിയാണുള്ളത്. 5 വീടുകളാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വീട്ടിലെ 2 കാവടിയാണ് ചെയ്യുന്നു. ഒരെണ്ണം കെട്ടിക്കഴിഞ്ഞു, ഇനി 2 കൂടി കെട്ടാനുണ്ട്. അഭിഷേകത്തിനുള്ള കാവടികൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നതാണ് പതിവ്. 5 കാവടികളാണ് ഈ സംഘം ഒരുക്കുക. വടക്കേ സെറ്റ് കൂടാതെ തെക്കേ സെറ്റ്, പടിഞ്ഞാറേ സെറ്റ്, പാറപ്പുറം സെറ്റ്, കുളപ്പുര സെറ്റ്, ഹനുമാൻ കോവിൽ സെറ്റ്, മട സെറ്റ് എന്നീ ദേശങ്ങളുടെ കാവടി സംഘങ്ങളും തൈപ്പൂയ ആഘോഷത്തിൽ പങ്കാളിയാണ്. എല്ലാ സെറ്റുകളും അഭിഷേകത്തിനുള്ള പൂക്കാവടികൾ സ്വന്തം നിലയിലാണ് ഒരുക്കുക. വിവിധ നിറങ്ങളിലുള്ള പേപ്പർ വാങ്ങി വെട്ടിയെടുത്താണ് പൂക്കൾ നിർമ്മിക്കുന്നത്. ഫോയിൽ പേപ്പർ, ചൈന പേപ്പർ, ഈർക്കിലി, മൈദ കൊണ്ടുള്ള പശ, ചരട്, കോട്ടൺ തുണി എന്നിവയാണ് പൂക്കാവടി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. 3000 മുതൽ 3200 വരെ പൂക്കളാണ് ഓരോ കാവടിക്കും വേണ്ടിവരുന്നത്. കുഴൂർ ഗ്രാമത്തിന്റെ കൂട്ടായ്മയുടെ കരുത്തിലാണ് തൈപ്പൂയത്തിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നിറഞ്ഞാടാൻ പൂക്കാവടികൾ വിരിയുന്നത്.